ഹായ് എവരിവൺ, PSC ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 LDC എക്സാമിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ക്ലാസ്സിൽ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ടോപ്പിക്ക് അറിയാവുന്നവർ കാണും, ഒരുപാട് നാളുടെ PSC പഠിക്കുന്നവരുണ്ടാവും. അപ്പം ഈ ടോപ്പിക്കുകളൊക്കെ ഏകദേശം അറിയാവുന്നവർ കാണും. എന്നാൽ നമ്മൾ ടോപ്പിക്ക് വൈസ് ക്ലാസ് പോകുമ്പോൾ ഓരോ ടോപ്പിക്കും കൃത്യമായിട്ട് കവർ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ടോപ്പിക് കേരളത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൃത്യമായിട്ട് ക്ലാസ് മുഴുവനായിട്ടൊന്ന് കാണുക. വീണ്ടും എന്തായാലും കാണുമ്പോൾ ഈ ടോപ്പിക്കെല്ലാം കൃത്യമായിട്ട് മനസ്സിലങ്ങ് ഉറയ്ക്കും. അപ്പം പിന്നെ നമുക്ക് എക്സാമിന് എളുപ്പം ഉണ്ടാവും. അപ്പം നമുക്ക് ആദ്യം കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങളോട്ട് പോകാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ക്ലാസ്സിന് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് കൂടി രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1. കേരളത്തിൻ്റെ സ്ഥാനം ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 18 മിനിറ്റിനും 12 ഡിഗ്രി 48 മിനിറ്റിനും പൂർവ്വരേഖാംശം 74 ഡിഗ്രി 52 മിനിറ്റിനും 77 ഡിഗ്രി 24 മിനിറ്റിനും ഇടയിൽ. കേരളത്തിൻ്റെ സ്ഥാനം ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 18 മിനിറ്റിനും 12 ഡിഗ്രി 48 മിനിറ്റിനും പൂർവ്വരേഖാംശം 74 ഡിഗ്രി 52 മിനിറ്റിനും 77 ഡിഗ്രി 24 മിനിറ്റിനും ഇടയിൽ. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിൻ്റെ വിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൻ്റെ വിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ മൊത്ത വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ ഭാഗം 1.18%. ഇന്ത്യയുടെ മൊത്ത വിസ്തീർണത്തിൽ കേരളം ഉൾക്കൊള്ളുന്ന ഭാഗം 1.18%. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലുപ്പത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലുപ്പത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. ജനസംഖ്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം 13. ജനസംഖ്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം 13. ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം 3. ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം 3. കേരളത്തിൻ്റെ ജനസംഖ്യ 3,34,6,061. കേരളത്തിൻ്റെ ജനസംഖ്യ 3,34,6,061. ജനസാന്ദ്രത 860 ചതുരശ്ര കിലോമീറ്റർ. ജനസാന്ദ്രത 860 ചതുരശ്ര കിലോമീറ്റർ. ദശവാർഷിക ജനസംഖ്യ വളർച്ചാ നിരക്ക് 4.9%. ദശവാർഷിക ജനസംഖ്യ വളർച്ചാ നിരക്ക് 4.9%. സ്ത്രീ പുരുഷ അനുപാതം 1084. സ്ത്രീ പുരുഷ അനുപാതം 1084:1000. ശിശുക്കളിലെ അനുപാതം 964:1000. ശിശുക്കളിലെ അനുപാതം 964:1000. കേരളത്തിൻ്റെ സാക്ഷരത 94%. കേരളത്തിൻ്റെ സാക്ഷരത 94%. പുരുഷ സാക്ഷരത 96.1%. പുരുഷ സാക്ഷരത 96.1%. സ്ത്രീ സാക്ഷരത 92.1%. സ്ത്രീ സാക്ഷരത 92.1%. ജനസംഖ്യാ വർധനവ് കൂടിയ ജില്ല മലപ്പുറം. ജനസംഖ്യാ വർധനവ് കൂടിയ ജില്ല മലപ്പുറം. ജനസംഖ്യാ വർധനവ് കുറഞ്ഞ ജില്ല പത്തനംതിട്ട. ജനസംഖ്യാ വർധനവ് കുറഞ്ഞ ജില്ല പത്തനംതിട്ട. സാക്ഷരത ഏറ്റവും കൂടിയ ജില്ല കോട്ടയം. സാക്ഷരത ഏറ്റവും കൂടിയ ജില്ല കോട്ടയം. സാക്ഷരത ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട്. സാക്ഷരത ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട്. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട്. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട്. ഏറ്റവും വലിയ ജില്ല പാലക്കാട്. ഏറ്റവും വലിയ ജില്ല പാലക്കാട്. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ.
ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല തിരുവനന്തപുരം. ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല തിരുവനന്തപുരം. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ ജില്ല കണ്ണൂർ. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ ജില്ല കണ്ണൂർ. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി. നഗരവാസികൾ കൂടുതലുള്ള ജില്ല എറണാകുളം. നഗരവാസികൾ കൂടുതലുള്ള ജില്ല എറണാകുളം. നഗരവാസികൾ കുറഞ്ഞ ജില്ല വയനാട്. നഗരവാസികൾ കുറഞ്ഞ ജില്ല വയനാട്. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടിയ ജില്ല കണ്ണൂർ. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടിയ ജില്ല കണ്ണൂർ. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറഞ്ഞ ജില്ല വയനാട്. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറഞ്ഞ ജില്ല വയനാട്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാട്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാട്. പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ല വയനാട്. പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ല വയനാട്. പട്ടിക വർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട്. പട്ടിക വർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട്. പട്ടിക വർഗക്കാർ ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ. പട്ടിക വർഗക്കാർ ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ. പട്ടികജാതി നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാട്. പട്ടികജാതി നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാട്. പട്ടികജാതി നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല കണ്ണൂർ. പട്ടികജാതി നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല കണ്ണൂർ. പട്ടിക വർഗ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല വയനാട്. പട്ടിക വർഗ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല വയനാട്. പട്ടിക വർഗ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴ. പട്ടിക വർഗ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴ. കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ മലയാളം. കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ മലയാളം. ഔദ്യോഗിക മൃഗം ആന. ഔദ്യോഗിക മൃഗം ആന. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. ഔദ്യോഗിക മത്സ്യം കരിമീൻ. ഔദ്യോഗിക മത്സ്യം കരിമീൻ. ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. ഔദ്യോഗിക ഫലം ചക്ക. ഔദ്യോഗിക ഫലം ചക്ക. സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി. കേരള സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി. കേരള സംസ്ഥാന ഉത്സവം ഓണം. സംസ്ഥാന ഉത്സവം ഓണം. നിയമസഭാ മണ്ഡലങ്ങൾ 140. നിയമസഭാ മണ്ഡലങ്ങൾ 140. നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14. നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14. നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 2. സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും. നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 2 മാനന്തവാടിയും. ലോക്സഭാ മണ്ഡലങ്ങൾ 20. ലോക്സഭാ മണ്ഡലങ്ങൾ 20. ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ 2 ആലത്തൂരും മാവേലിക്കരയും. ലോക്സഭാ സംവരണ മണ്ഡലങ്ങളും 2 ആലത്തൂരും മാവേലിക്കരയും. രാജ്യസഭാ മണ്ഡലങ്ങൾ 9. രാജ്യസഭാ മണ്ഡലങ്ങൾ 9. ജില്ലകൾ 14. ജില്ലകൾ 14. താലൂക്കുകൾ 77. താലൂക്കുകൾ 77. റവന്യൂ വില്ലേജുകൾ 1664. റവന്യൂ വില്ലേജുകൾ 1664. കോർപ്പറേഷനുകൾ 6. കോർപ്പറേഷനുകൾ 6. മുനിസിപ്പാലിറ്റികൾ 87. മുനിസിപ്പാലിറ്റികൾ 87. ജില്ലാ പഞ്ചായത്തുകൾ 14. ജില്ലാ പഞ്ചായത്തുകൾ 14. ബ്ലോക്ക് പഞ്ചായത്തുകൾ 152. ബ്ലോക്ക് പഞ്ചായത്തുകൾ 152. ഗ്രാമപഞ്ചായത്തുകൾ 941. ഗ്രാമപഞ്ചായത്തുകൾ 941. റവന്യൂ ഡിവിഷനുകൾ 27. റവന്യൂ ഡിവിഷനുകൾ 27. കേരളത്തിലെ ഏക കന്റോൺമെൻ്റാണ് കണ്ണൂർ. കേരളത്തിലെ ഏക കന്റോൺമെൻറ്റ് കണ്ണൂർ.
കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം. ദൈർഘ്യം 580 കിലോമീറ്റർ. കടൽത്തീര ദൈർഘ്യം 580 കിലോമീറ്റർ. കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ. കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ. തീരപ്രദേശമുള്ള ജില്ലകളുടെ എണ്ണം 9. തീരപ്രദേശമുള്ള ജില്ലകളുടെ എണ്ണം 9. കേരളത്തിലെ നദികൾ 44. കേരളത്തിലെ നദികൾ 44. കായലുകൾ 34. കായലുകൾ 34. കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3 എണ്ണം. കബനി, ഭവാനി, പാമ്പാർ. കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3 എണ്ണം. കബനി, ഭവാനി, പാമ്പാർ. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ 41. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ 41. ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ 244 കിലോമീറ്റർ. ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ 244 കിലോമീറ്റർ. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി ഇടുക്കി ജില്ലയിലാണ്. ഉയരം 2695 മീറ്റർ അല്ലെങ്കിൽ 8842 അടി. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി ഇടുക്കി ജില്ലയിൽ. ഉയരം 2695 മീറ്റർ അല്ലെങ്കിൽ 8842 അടി. ഉയരം കൂടി രണ്ടാമത്തെ കൊടുമുടിയാണ് മീശപ്പുലിമല. ഇടുക്കിയിലാണ്. ഉയരം 2640 മീറ്റർ. ഉയരം കൂടി രണ്ടാമത്തെ കൊടുമുടി മീശപ്പുലിമല ഇടുക്കി ജില്ലയിലാണ്. ഉയരം 2640 മീറ്റർ. കേരളത്തിൻ്റെ ബേസിക് ഫാക്ട്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ്സിന് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക് ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.